GST റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളവരാണോ? അങ്ങനെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ GST പോർട്ടലിൽ കാണുന്ന GSTR 2Aയും GSTR 2Bയും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ ഇൻഫോർമേഷൻസ് ഒന്നും റെക്കോർഡ് ചെയ്യാതെ എങ്ങനെ ഈ ഡാറ്റ GST പോർട്ടലിന് മനസ്സിലായി? ആൻസർ ഇസ് വെരി സിമ്പിൾ. നമ്മുടെ പർച്ചേസിന്റെ ഡാറ്റയാണ് ഇങ്ങനെ അവൈലബിൾ ആവുന്നത്. രജിസ്റ്റേർഡ് ആയ എല്ലാ സപ്ലയേഴ്സും അവരുടെ സെയിൽസ് ഡാറ്റ GSTR 1 ആയി ഫയൽ ചെയ്യും. നമ്മുടെ GST നമ്പർ കൊടുത്ത് ഇത്തരത്തിൽ ഡാറ്റ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോർട്ടലിൽ നിന്ന് നോക്കുമ്പോൾ അത് പർച്ചേസായി റിഫ്ലക്റ്റ് ആവും. ഇങ്ങനെ റിഫ്ലക്റ്റ് ആവുന്ന ഡാറ്റയാണ് GSTR 2Aയും 2Bയും. പർച്ചേസിന്റെ ഡാറ്റ ആയിരുന്നെങ്കിൽ ഒരു റിട്ടേൺ പോരെ, പിന്നെ എന്തുകൊണ്ടാണ് 2 റിട്ടേൺ എന്നറിയാമോ? GSTR 2A ഒരു ഡൈനാമിക് സ്റ്റേറ്റ്മെന്റ് ആണ്. സപ്ലൈസ് ഫയൽ ചെയ്യുന്നതിനനുസരിച്ച് റിയൽ ടൈം ഡാറ്റ നമുക്കിതിൽ കാണാനാകും. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇൻവോയ്സസും ഇതിലുണ്ട്. മാത്രമല്ല ഒരു മാസത്തെ മുഴുവൻ പർച്ചേസും ഇതിൽ കാണാനാവും. എന്നാൽ ഇനി GSTR 2Bയിലേക്ക് വന്നാൽ അതൊരു സ്റ്റാറ്റിക് ആയ റിട്ടേൺ ആണ്. GSTR 1ന്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കിത് പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനാവും. ആ മാസത്തെ എലിജിബിൾ ITC ക്ലെയിം ചെയ്യാൻ GSTR 2B വേണം യൂസ് ചെയ്യാൻ. മാത്രമല്ല GSTR 3B റിട്ടേൺ ഫയൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് ഇതിലെ ഡാറ്റയാണ്. 2 റിട്ടേണുകളും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ ക്ലിയർ ആയില്ലേ? See you in another video.